കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ എപ്പിസോഡിലും കുടുംബജീവിതത്തെക്കുറിച്ച് തന്നെ ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മുടെ ധ്യാനം തുടരുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കടപ്പാടുകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനായി താല്പര്യപ്പെടുന്നത്. പൊതുവെ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്, വിശേഷാൽ വിവാഹവേദികളിൽ. പലപ്പോഴും വിവാഹവേദികളിൽ കർത്തൃദാസന്മാർ ദൈവവചന ശുശ്രൂഷ നടത്തുമ്പോൾ അന്ന് വിവാഹിതരാകുന്ന ആളുകൾ ചിലരൊഴികെ ബഹുഭൂരിപക്ഷം ആളുകൾ ശ്രദ്ധിക്കാറില്ല. ഗസ്റ്റുകളായി വരുന്നവരും ചിലർ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ അനേകരും ആ ദിവസം അവർ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കടപ്പാടുകൾ, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവവചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പല ആളുകൾക്കും തിട്ടമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ എപ്പിസോഡിൽ എന്താണ് ദൈവത്തിൻ്റെ വചനം ആ വിഷയത്തെക്കുറിച്ച് പറയുന്നത് എന്നതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു സ്റ്റുഡിയോയിലുണ്ട്. അനേക വിവാഹവേദികളിൽ ദൈവവചനം അദ്ദേഹം ശുശ്രൂഷിച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ കർത്തൃദാസനിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കടപ്പാടുകൾ. കർത്താവിൻ്റെ ദാസനെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിലൂടെ എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്? കാരണം ഇന്ന് ധാരാളം കുടുംബങ്ങളിലെ ഇങ്ങനെ ഈ കടപ്പാടുകൾ ദൈവവചന അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിനെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ ദയവായിട്ട് ഒന്ന് പറഞ്ഞാട്ടെ. നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ, നേരത്തെ ഉള്ളൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഈ യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ യഹോവ ഭവനം പണിയുന്നെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ പണിയുന്നില്ലെങ്കിലാണ് ഈ പ്രശ്നം. അതെ, പക്ഷേ പണിയുകയാണെങ്കിൽ ആ ഭവനം തീർച്ചയായിട്ടും നിലനിൽക്കും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ആമേൻ. അപ്പോൾ യഹോവ ഭവനം പണിയുന്നെങ്കിൽ ആ പണിയുന്നതിനൊരു നിയമമുണ്ട്. ഏതൊരു കെട്ടിടം പണിയുന്നതിനൊരു ലോ വെച്ചാണ് നമ്മൾ പണിയുന്നത്. അതെ, എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വിവാഹം എന്ന് പറയുന്നത് ദൈവം നിശ്ചയിച്ചതാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു നിയമം അനുസരിച്ച് വേണം ഈ കുടുംബം പണിത് പോകാനായിട്ട്. അതെ, ദൈവത്തിൻ്റെ നിയമം അനുസരിക്കേണ്ടത് ദൈവവിശ്വാസം ഇല്ലാത്തവർ പോലും അനുസരിച്ചാലേ പറ്റുള്ളൂ. ഞാൻ ചിലപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് പറയാറുണ്ട്. തെറ്റ് നമ്മൾ അറിയാതെ ചെയ്താലും അറിഞ്ഞ് ചെയ്താലും അപകടം ഒരുപോലെയാണ്. ഇപ്പം ഞാനിപ്പം ഒരു ടെറസിൻ്റെ മണ്ടയ്ക്കൂടെ നടക്കുകയാണ്, പാരപ്പറ്റില്ലാത്തൊരു സ്ഥലത്തൂടെ നടക്കുകയാണ്. അങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിൽ ആരും എന്നെ ഒന്നും പറയത്തില്ല. പക്ഷേ ഞാനൊരു കാലെടുത്ത് ആ പാരപ്പറ്റില്ലാത്ത ഒരു സ്ഥലത്തോട്ട് കാല് വെക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ പറയും, അയ്യോ കാലെടുത്ത് വെക്കരുതെന്ന് പറയും. എന്തുകൊണ്ട് കാലെടുത്ത് വെച്ചുകൂടാ, ഞാൻ ഇത്രയും നേരം ഇതിലേക്കൂടെ നടന്നിട്ടൊന്നും പ്രശ്നമില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുമല്ലോ, ഇന്ന് ഇത്രയും നേരം ഇയാൾ നടന്നതിൻ്റെ താഴെ ഒരു പ്രതലമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വായുവിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്, അത് താൻ താഴെ വീഴും. അതെന്താ ഞാൻ താഴെ വീഴാൻ കാര്യം? അതിനാണ് തിയറി ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാരമുള്ള വസ്തുക്കളെ ഭൂമി ആകർഷിക്കും എന്ന് നമ്മൾ പറയുന്നു. ഉടനെ പറഞ്ഞ് ഞാനിതുവരെ അത് കേട്ടിട്ടില്ല, ഞാനത് വിശ്വസിക്കുന്നുമില്ല എന്ന് പറഞ്ഞ കാലെടുത്ത് വെച്ചാലും താഴെ വീഴും. അതെ, അപ്പോൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും പ്രിൻസിപ്പിൾസ് അറിയത്തില്ലെങ്കിലും അപകടമുണ്ട്. അതെ. എന്നതുപോലെ ഈ കുടുംബങ്ങൾ ഒത്തിരി തകരുന്നു, മറ്റുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവികമായ നിയമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുടുംബം ഈ പറയുന്നത്ര വേഗത്തിൽ തകരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ദൈവവചന അടിസ്ഥാനത്തിൽ ഭാര്യയും ഭർത്താവും കൂടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചാൽ ഒരിക്കലും തകരത്തില്ല. ഗോഡ്സ് വേർഡ് ഈസ് കോൺക്രീറ്റ്. അതെ. ഞാൻ ഈ പറയുന്നത്ര വേഗത്തിൽ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം അറിഞ്ഞതുകൊണ്ട് മാത്രമല്ല, ആ നിയമം അനുസരിക്കാനായിട്ട് നമുക്ക് ശക്തികൾ വേണം. അതിപ്പോൾ എപ്പോഴും തീർച്ചയായിട്ടും ആ ശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാതെ നമുക്ക് ദൈവവചനം
വേണ്ടവണ്ണം അനുസരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്ര വേഗം എന്ന് പറയാൻ കാര്യം. പക്ഷേ ഇത് അനുസരിക്കണമെങ്കിൽ യേശു കർത്താവ് നമ്മുടെ ഭവനത്തിൻ്റെ ഭാഗമായെങ്കിലേ പറ്റുള്ളൂ. അതെ, യേശു കർത്താവ് നമ്മൾ ആദ്യത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ ഏദൻ തോട്ടത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം ഇറങ്ങി വന്ന് അവരുടെ കൂടെ നടന്നതുപോലെ കുടുംബജീവിതത്തിലും ദൈവം നമ്മുടെ കൂടെ നടക്കുന്ന ഒരു സ്റ്റേജ് നമുക്കുണ്ടാവുകയാണെങ്കിൽ ആ കുടുംബത്തിന് ഒരിക്കലും ഒരു തകർച്ച ഉണ്ടാവില്ല. ആ കുടുംബം പോകുന്നത് തീർച്ചയായും ദൈവികമായ നിയമങ്ങൾക്കനുസരിച്ചാണ്. ഇത് വളരെ സിമ്പിളായിട്ട് വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിൽ തന്നിട്ടുണ്ട്. യേശു കർത്താവ് സംസാരിച്ചിട്ടുണ്ട്, പൗലോസ് സംസാരിച്ചിട്ടുണ്ട്, മറ്റ് ലേഖനങ്ങളിൽ ഈവൻ പത്രോസിൻ്റെ ലേഖനത്തിൽ മറ്റും നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ പലപ്പോഴും വായിക്കുന്നത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നാണ് പ്രധാനമായും വായിച്ചു പോകുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ 22 തൊട്ടാണ് സാധാരണ നമ്മൾ വായിച്ച് തുടങ്ങുന്നത്. അതെ, 21 സബ്മിറ്റ് ടു വൺ അനദർ ഔട്ട് ഓഫ് റെവറൻസ് ഫോർ ക്രൈസ്റ്റ്. അത് നമ്മൾ പലപ്പോഴും പറയുന്നില്ല. നമ്മൾ പലപ്പോഴും തുടങ്ങുന്നത് ഭാര്യമാരെ കർത്താവിന് എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ എന്നൊക്കെ ക്രിസ്തു ശരീരത്തിൽ രക്ഷിതാവായി തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നത്. പക്ഷേ അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ എന്നുള്ളത് കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കുമുള്ള ഒരു കൽപ്പനയാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഭയം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടായിരിക്കണം. ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണമെന്ന് പറയുന്നത് റെവറൻസിനെ കുറിച്ചാണ്, ഭീതിയെക്കുറിച്ചല്ല. ഭയം എന്ന് പറയുന്ന വാക്കിന് പല അർത്ഥമുണ്ടല്ലോ. പ്രത്യേകിച്ച് അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ ആൻഡ് ദ വൈഫ് മസ്റ്റ് റെസ്പെക്ട് ഹർ ഹസ്ബൻഡ്. റെസ്പെക്ട് എന്നുള്ളത് മലയാളത്തിലെ ഭയപ്പെടണം എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ആണ്. അപ്പോൾ ഭീതി ആർക്കും ഉണ്ടാകാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഭീതി ഉണ്ടാകാനായിട്ട് പാടില്ല. എൻ്റെ ഭാര്യ എന്നെ പേടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഭാര്യ പേടിക്കുന്നത് പോയിട്ട് ഇപ്പം തിരിച്ചുകൊണ്ട് ഭർത്താവിന് ഭാര്യയെ പേടിയുള്ള കാര്യങ്ങളുമുണ്ട്. ഒരു കഥ ഇങ്ങനെ കേട്ടതാ, ഒരു കമ്പനിയുടെ CEO മാനേജേഴ്സിൻ്റെ ഒരു മീറ്റിൽ ഒരു ലഞ്ച് മീറ്റിംഗ് അവർ വെച്ചു. പക്ഷേ അവരുടെ ഡിസ്കഷനൊക്കെ നേരത്തെ തീർന്നു. അപ്പം 11:30 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം 12:30ക്കാണ് ഫുഡ്. അപ്പോൾ അവർ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് നേരം ഇരുന്ന് ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കാമെന്ന് പറഞ്ഞ് CEO അവർക്ക് ഒരു അസൈൻമെൻറ്റ് കൊടുത്തു. ഓരോരുത്തരും ഭാര്യയെ ടെലിഫോണിൽ വിളിക്കണം, എന്നിട്ട് പറയണം ഇപ്പോൾ 11:30 ആയല്ലോ, 12:30 1 മണിയാകുമ്പോഴത്തേക്ക് ഞാനൊരു 5 കൂട്ടുകാരുമായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്, ഉച്ചയ്ക്ക് നമുക്ക് വീട്ടിൽ നിന്നാണ് ഭക്ഷണം എന്ന് വിളിച്ചു പറഞ്ഞിട്ട് മറുപടി സ്പീക്കർ ഫോണിലിടണം. ഇതാണ് അസൈൻമെൻറ്റ് കൊടുത്തത്. നമുക്കറിയാമല്ലോ മറുപടി എന്തായിരിക്കും എന്നുള്ളത്. മിക്ക ഭാര്യമാരും ചൂടാകുകയും മറ്റുള്ള കാര്യങ്ങളിൽ ഇതെല്ലാം മറുപടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. CEO പറഞ്ഞതല്ലേ, അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ, അതിനെന്താ, നമ്മുടെ വീട്, നിങ്ങളുടെ കൂട്ടുകാർ, നമുക്കിവിടെ ഉള്ള കാര്യങ്ങൾ കഴിക്കാം, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ഒരു വ്യക്തിയാണ്. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ മറുപടി എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല, നമുക്ക് ആലോചിക്കാനുള്ളതേ ഉള്ളൂ. കാര്യം പല സമയത്തും ഭാര്യമാർ ഭർത്താക്കന്മാരെ ഭയപ്പെടുന്നതിനേക്കാൾ ഉപരി പലപ്പോഴും ഭർത്താക്കന്മാർ ഭാര്യമാരെ ഭയപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ട്. ഇന്ന് അങ്ങനെയും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ എന്നുള്ള ഒരു സ്റ്റേജ്. നമുക്ക് ഭയം എന്ന് പറയുന്നത് ഭാര്യയും ആകരുത്, ഭർത്താവിനെയും ആകരുത്, കുഞ്ഞുങ്ങൾക്ക് അപ്പനെയും അപ്പനും മകനെയും ഭീതി. ഭയം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഭീതി. ഭർത്താവോ ഭാര്യയോ അപ്പനോ അമ്മയോ ഒരു ടെററാകാനായിട്ട് പാടില്ല. ഒരു വീട്ടിൽ ഇങ്ങനെ അപ്പൻ അവധിയായ സമയത്ത് പറഞ്ഞു, ഇന്ന് നമുക്ക് എന്താണെങ്കിലും അവധിയാണല്ലോ, എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി സൂവിൽ പോകാം എന്ന് പറഞ്ഞു. സൂവിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അടുക്കളയിൽ നിന്ന് മക്കളോട് ആണ് സംസാരിച്ചത്. അടുക്കളയിൽ നിന്ന് ഒരു ശബ്ദം, ഇവിടെ ആരും പോകുന്നില്ല. ഞാൻ വരുന്നില്ലെന്നല്ല, ഇവിടെ ആരും പോകുന്നില്ല, തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എന്നാ പോകുന്നില്ല, അത്രയേ ഉള്ളൂ, അല്ലാതെ ഭർത്താവിനും വേറെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇളയ കുഞ്ഞടുത്ത് വന്നിട്ട് ചോദിച്ചു, ഡാഡിക്ക് സൂയി പോകാൻ പേടിയില്ലേ? ഉടനെ അപ്പൻ ചോദിച്ചു, ഞാനെന്തിനാണ് പേടിക്കുന്നത്? അല്ല, അവിടെ ആനയെ പേടിയില്ലേ? പറഞ്ഞു, എനിക്ക് ആനയെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ആന എനിക്ക് പേടിയില്ല. കരടിയെ പേടിയില്ലേ? ഇല്ല. കടുവായെയോ? ഇല്ല. സിംഹത്തിനെയോ? ഇല്ല, സിംഹത്തെയും പേടിയില്ല. അപ്പോൾ ഡാഡിക്ക് മമ്മിയെ മാത്രമേ പേടിയുള്ളൂ? കൊച്ചിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഭർത്താവിനെ പേടിക്കുന്നു, ഭാര്യയെ പേടിക്കുന്നു. ഭർത്താവിനെ പേടിക്കുന്ന ഒത്തിരി ഭാര്യമാർ ഉണ്ട് ഭർത്താവിനെ പേടിക്കുന്ന കാര്യം. ഒരു ടെററാണ്, പലരും വീട്ടിലൊരു ടെററാണ്. ഇതിൻ്റെയൊക്കെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ക്രിസ്തുവിൻ്റെ ഭയമില്ല എന്നുള്ളതാണ്. ആമേൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ എന്ന് പറഞ്ഞാണ് നമ്മുടെ വേദഭാഗം ശരിക്കും തുടങ്ങുന്നത്.
ക്രിസ്തുവിൻ്റെ ഭയത്തിൽ. യേശു ക്രിസ്തു ഭവനത്തിലുണ്ടെങ്കിൽ, ഏദൻ തോട്ടത്തിൽ കർത്താവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്ക് അന്യോന്യം ബഹുമാനം ഉണ്ടായിരുന്നു, റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു, ഭീതിയില്ലായിരുന്നു. ആദം ആദ്യമായിട്ട് ഭീതിപ്പെടുന്നത് അവൻ പാപം ചെയ്തതിന് ശേഷമാണ്. അതെ, അതിനു മുമ്പ് അവന് ഭയമില്ലായിരുന്നു, ഇല്ലായിരുന്നു. അവൾക്കും ഭയമില്ലായിരുന്നു. അതായത് ആദമിനോ ഹവ്വയ്ക്കോ ഭയമില്ലായിരുന്നു. അതെ, പാപമാണ് ഭയത്തെ കൊണ്ടുവന്നത്. അതെ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു കുടുംബജീവിതം നമുക്കുണ്ടെങ്കിൽ അവിടെ നമ്മളാരും ഭീതിപ്പെടുകയല്ല, എന്നാൽ അന്യോന്യം റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. അതെല്ലാവർക്കും അന്യോന്യം ഉണ്ടായിരിക്കും. മക്കൾക്ക് അപ്പനെ പോലും ഭീതിയല്ല ഉണ്ടാകേണ്ടത്, പകരം റെസ്പെക്റ്റാണ്. ഭയം ഉണ്ടാകണം, പക്ഷേ ഭീതിപ്പെടുത്തുന്ന ഒരു ടെറർ എന്ന നിലയിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. അതാണ് ഇതിനകത്തെ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. 21-ാം വാക്യമാണ് ആദ്യത്തെ നിയമം. നമ്മൾ സാധാരണ രീതിയിൽ നിയമം പറയുമ്പോൾ 22 തൊട്ടാണ് പറയുന്നത്. എന്നാൽ 22 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴും ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. അതിനുശേഷം താഴോട്ട് വായിക്കുമ്പോൾ ഭർത്താക്കന്മാരെ 25-ാമത്തെ വാക്യത്തിൽ ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഈ വാക്യങ്ങൾ നമ്മൾ ഒത്തിരി കേട്ട് അതുകൊണ്ട് പലപ്പോഴും ഈ അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഞാൻ വായിച്ച് കേൾപ്പിക്കുമ്പോൾ നമുക്കറിയാം 2 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭർത്താവിനോട് പറയുകയാണ് നീ ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യയോട് പറയുകയാണ് നീ കീഴ്പ്പെടണം. ഇതാണ് ഭാര്യാഭർത്തൃബന്ധത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭാര്യാഭർത്തൃബന്ധം മാത്രമല്ല, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഈ വേദപുസ്തകത്തിൻ്റെ ഈ ഭാഗം എഴുതുന്ന കാലയളവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഭവനത്തിൽ ദാസന്മാരുണ്ട്, യജമാനന്മാരുണ്ട്, റിലേഷൻ നമുക്ക് 6-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അത് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഈ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ കാര്യമായതുകൊണ്ട് കുടുംബത്തിൻ്റെ കാര്യത്തിൽ അത് ഞാനിപ്പോൾ എടുത്തു പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഭാര്യമാർ ഭർത്താവിനെ കീഴടങ്ങിയിരിക്കണം, ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം. ഈ 2 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായ നിയമങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കുടുംബത്തിൽ ഈ ക്രിസ്തീയമായ ഇത് ഫെമിനിസമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രസംഗിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ ഇതാണ് കർത്താവിൻ്റെ കൽപ്പന. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഫ് യു ആർ എ ട്രൂ ക്രിസ്ത്യൻ, യു ആർ നോട്ട് ലുക്കിംഗ് ഫോർ വാട്ട് ദ പീപ്പിൾ ആർ സേയിങ്, നമ്മുടെ സമൂഹം നമ്മളോട് എന്താ പറയുന്നതെന്നുള്ളതോ അതൊന്നുമല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവവചനം എന്നോട് എന്താണ് പറയുന്നത്. അതിന് ഞാൻ അനാലിസിസിൻ്റെ പോലും ആവശ്യമില്ല. അതെ, ശരിക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കാൻ കഴിവില്ലാത്തപ്പോൾ നമ്മൾ പലപ്പോഴും ഇതിനെ വ്യാഖ്യാനിക്കുന്നു. അതെ, ദൈവവചനം വ്യാഖ്യാനിക്കുന്നതിനെ പലരും അനുസരിക്കാൻ മനസ്സിലാത്തതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതങ്ങ് അനുസരിച്ചാൽ മതി, ഇതല്ലാതെ വ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യം പോലും അല്ല. വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. 1, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ, ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. പെർഫെക്റ്റ് സബ്മിഷനാണ്. അതെ, പെർഫെക്റ്റ്. അത് അല്ലാതെ സബ്മിറ്റ് ടു യുവർ ഹസ്ബൻഡ്സ് ആസ് ടു ദ ലോർഡ്. സബ്മിഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്, പൂർണ്ണമായ. അതുപോലെ അവിടുത്തെ ആ ധ്വനി എന്ന് പറയുന്നത് കണ്ടിന്യൂവസ് സബ്മിഷൻ എന്നുള്ളൊരു പ്രയോഗമാണ്. അല്ലാതെ നോട്ട് ജസ്റ്റ് ഫോർ 1 day ഓർ ഫോർ 1 year, ഓൾ ത്രൂ യുവർ ലൈഫ്. മരണം ഈ ഇവരെ തമ്മിൽ വേർപിരിക്കുന്നിടം വരെ എ വൈഫ് മസ്റ്റ് സബ്മിറ്റ് എന്നുള്ള ആ ഒരു ധ്വനിയാണ് നമ്മളവിടെ കാണുന്നത്. ഈ ഒരു പ്രത്യേകമായ ഒരു കാര്യം. എന്നാൽ അതേസമയം ഭാര്യമാരെ ഭർത്താക്കന്മാർ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നതും അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. ഇവിടെ താഴോട്ട് വായിക്കുമ്പോഴും ഉണ്ടല്ലോ എല്ലാത്തിനകത്തും ആ ക്രൈസ്റ്റിൻ്റെ ഒരു അല്ലെങ്കിൽ ക്രൈസ്റ്റ് സെൻറ്റേർഡായിട്ട് 6 നമ്മൾ പറയുമ്പോൾ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വളർത്തുവിൻ, ദാസന്മാരെ ജലപ്രകാരം യജമാനന്മാരായവനെ ക്രിസ്തുവിനെ പോലെ തന്നെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിൻ. എന്നിട്ട് താഴോട്ട് ദാസനോ യജമാനന്മാരെ 6-ാമത്തെ വാക്യത്തിൽ യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവൻ്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുവിൻ. ഇവിടെ എല്ലായിടത്തും നമുക്ക് ഒരു മോഡൽ തന്നിട്ടുണ്ട്. ആ മോഡൽ തന്നിട്ട് അതുകൊണ്ടാണ് നമ്മളിപ്പം കീഴ്പ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറയുന്നത് ഇതൊരു ക്രിസ്ത്യൻ പ്രിൻസിപ്പിളാണ്. അല്ലാതെ ഇതൊരു സാധാരണ കുടുംബത്തിലേക്ക് മാത്രമുള്ളൊരു പ്രിൻസിപ്പിളല്ല.
ഇത് ഏത് കുടുംബത്തിലും ഇപ്പം ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, എന്തുകൊണ്ട് പൗലോസ് ഈ രണ്ട് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഒന്ന്, ഭാര്യമാരോട് പറയുന്നു കീഴടങ്ങിയിരിപ്പിൻ, ഭർത്താക്കന്മാരോട് പറയുന്നത് സ്നേഹിപ്പിൻ. അതിൻ്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് ഏത് ഭർത്താവിനും ഏത് ഭാര്യയ്ക്കും ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഇഷ്ടമുള്ളതല്ല, ഇതില്ലാതെ അവർക്ക് പറ്റില്ല. നാച്ചുറൽ ആയിട്ടുള്ള കാര്യം. അതായത് ഇപ്പോൾ എത്ര ഫെമിനിസം പ്രസംഗിച്ചാലും ഒരു ഭർത്താവിനും കീഴടങ്ങാത്ത ഒരു ഭാര്യയെ ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല. ഇല്ല. അപ്പോൾ ഭർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കീഴടങ്ങിയിരിക്കുന്ന ഒരു ഭാര്യയാണ്. ഭാര്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? അത് മറ്റൊന്നുമല്ല, അത് സ്നേഹം മാത്രമാണ്. സ്നേഹം. അതുകൊണ്ടാണല്ലോ പലപ്പോഴും സ്ത്രീകൾ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ എനിക്കൊന്നും തന്നില്ലെങ്കിലും വേണ്ടുകയില്ലായിരുന്നു, എന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. അവർക്കത് മാത്രം മതി. ഒരു സ്ത്രീക്ക് ആവശ്യമുള്ള ഏറ്റവും വലുത്, എല്ലാം വേണമായിരിക്കും, പക്ഷേ ഒരു ഭർത്താവിനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭാര്യ കീഴടങ്ങിയിരിക്കുന്നതും. എല്ലാം ഉണ്ടെങ്കിലും സ്നേഹം എന്ന ആ ഒരു കാര്യമില്ലെങ്കിൽ എല്ലാം ശൂന്യമാണ്. അപ്പോൾ ഭർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭാര്യ കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നതും, ഭാര്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭർത്താവ് സ്നേഹിക്കുക എന്ന് പറയുന്നതുമാണ്. ഇപ്പം കൗൺസിലിങ്ങിന് വേണ്ടിയൊക്കെ നമ്മളെടുത്ത ആളുകൾ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ ഭാര്യ കീഴടങ്ങുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? ഭർത്താക്കന്മാർ സ്നേഹിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? ഇത് പലപ്പോഴും നമ്മളോട് ആളുകൾ കൗൺസിലിങ്ങിനെ പറ്റി ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം ഞാൻ പറയുന്ന കാര്യം, നിങ്ങളോട് കർത്താവ് പറഞ്ഞ കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതായത് ഭാര്യമാരോട് പറഞ്ഞിരിക്കുന്നു കീഴടങ്ങിയിരിക്കുക. സ്നേഹിക്കാത്ത ഭർത്താവാണെങ്കിലും കീഴടങ്ങിയിരിക്കുക. അതെ, അങ്ങനെയാണല്ലോ 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ അൺബിലീവറാണ് ആളെങ്കിലും ഭാര്യമാര് സബ്മിറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്. അങ്ങനെ ആ നല്ല നടപ്പും വൈഫിൻ്റെ ആ ക്വാളിറ്റി ജീവിതം കണ്ടാണ് വാസ്തവത്തിൽ ഹസ്ബൻഡ് തിരിയേണ്ടത്, ക്രിസ്തുവിലേക്ക് തിരിയേണ്ടത്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതെ. സബ്മിസീവായിട്ടുള്ള ഒരു ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കും, തീർച്ചയായിട്ടും. ഇനി ഭർത്താക്കന്മാർ ചോദിക്കുന്ന ഒരു കാര്യം, എന്നെ അനുസരിക്കാത്ത ഒരു ഭാര്യയെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് നിങ്ങൾ എന്നാലും സ്നേഹിക്കണമെന്നാണ്. അതെ, കാരണം ദൈവം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ദൈവം ആക്കി വെച്ച റോളിൽ ആ വ്യക്തി ഫംഗ്ഷൻ ചെയ്യണം. അതെ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, തുടർമാനമായി കീഴടങ്ങിയിരിക്കുന്ന ഭാര്യയെ നോർമലി കുറച്ച് കഴിയുമ്പോൾ ഏത് ഭർത്താവും സ്നേഹിച്ചു പോകും. അതെ. പിന്നെ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ചില സ്ഥലങ്ങളിൽ അല്ലാതെ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നോർമൽ വേയിൽ തനിക്ക് കീഴടങ്ങിയിരിക്കുന്ന ഒരു ഭാര്യയെ സ്നേഹിക്കാതിരിക്കാൻ ഒരു പുരുഷന് കഴിയില്ല, നോർമൽ വേയിൽ. ചിലർ അബ്നോർമലാണ്, അത് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ അല്ല, അത് ആ രീതി കൈകാര്യം ചെയ്യണം. കൗൺസിലിങ്ങിലൊക്കെ നമുക്ക് അതിന് വേറെ കാര്യങ്ങൾ കാണുമായിരിക്കും. ഇതിപ്പോൾ അബ്നോർമൽ അല്ല ഞാൻ പറഞ്ഞത്. നോർമൽ വേയിൽ കീഴടങ്ങിയിരിക്കുന്ന ഒരു ഭാര്യയെ, ഈ അബ്നോർമലായിട്ടുള്ള വാസ്തവത്തിൽ ഒരു ചെറിയ പെർസെൻറ്റേജേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാവർക്കും കുടുംബജീവിതം സന്തോഷമായിട്ട് ജീവിക്കണമെന്നുള്ളൊരു തന്നെയാണ്. അതേന്നെ. ഇപ്പം നമ്മൾ ഇതിനകത്ത് വിവാഹപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ കൗൺസിലിങ്ങിനടുത്ത് വരുന്ന ആളുകളിൽ 1% ആളുകൾക്കേ ഉള്ളൂ പിരിയണം എന്നുള്ള, എങ്ങനെയെങ്കിലും ഒരുമിച്ച് പോകണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് പലരും നമ്മളടുത്ത് വരുന്നത്. തീർച്ചയായിട്ടും. എന്നാൽ ചിലർ വന്ന് ആദ്യമൊക്കെ കുറയുമായിരിക്കും, സാർ ഇതിനെ ഒന്ന് വേർപെടുത്തിത്താ, ഞങ്ങളെ ഒന്ന് പിടിച്ചതാ എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞ് പിടിക്കാനല്ല എൻ്റെ ജോലി, കാര്യം അതെ, പിടിക്കുക എന്നുള്ളത് എൻ്റെ ജോലി. ദാസന്മാരെന്ന നിലയിൽ നമ്മുടെ ദൗത്യം അല്ല, ഈ യോജിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് അതല്ല നമ്മുടെ ജോലി. എന്നാൽ ഞാൻ പറഞ്ഞത്, കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യയെ ഭർത്താവ് സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഭാര്യ കീഴടങ്ങും എന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ല. എന്നാൽ ഇതിനകത്ത് രണ്ടിനകത്തുമുള്ള ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ചെയ്യുന്നത് ആദ്യത്തെ ഇതിനകത്ത് തന്നെ കീഴടങ്ങിയിരിക്കുന്ന കാര്യം പറയുമ്പോഴും അവിടെ പറയുന്ന കാര്യം കർത്താവിനെന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങും. അതെ, കർത്താവിനെന്നതുപോലെ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ കർത്താവിനെന്നതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതെ, നമുക്ക് എന്നാൽ ഇവിടുന്ന് പറയുന്നത്, ഇവിടെ രണ്ടുപേരും, അത് ഭാര്യയും പറയുന്നത് എന്താണ്? ഭാര്യയോട് പറയുന്നു കർത്താവിനെന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർ കീഴടങ്ങുവിൻ. ഭർത്താവിനോട് പറയുന്നു ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ക്രൈസ്റ്റ് ഈസ് ദ മോഡൽ. മോഡൽ തന്നെയല്ല അതിനകത്ത്, ഓഫ് കോഴ്സ് ഈസ് ദ മോഡൽ. അറ്റ് ദ സെയിം ടൈം നമ്മളത് ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നത്, അതാണല്ലോ ഇപ്പോൾ ഇതിനകത്ത് ഈ വിവാഹബന്ധത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഒരു സിമിലി എന്ന നിലയിൽ ഉപയോഗിക്കുന്നത്. വിവാഹബന്ധത്തെ യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു സിമിലി എന്ന നിലയിലാണ് വിവാഹബന്ധത്തെ നമ്മൾ പലപ്പോഴും കാണുന്നത്. അതെ. അപ്പോൾ ക്രിസ്തുവിനെങ്ങനെയാണ് നമ്മൾ കീഴടങ്ങിയിരിക്കുന്നത്?
തലയും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെയാണ് ക്രിസ്തുവും നമ്മളും കീഴടങ്ങിയിരിക്കുന്നത്. തലയുമായിട്ടുള്ള ബന്ധത്തിന് ഒരു ചെറിയ വിഘ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ കൈ തളരും, എൻ്റെ കാല് തളരും. ആ ബന്ധം ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻ അല്ല. പെർഫെക്റ്റ് റിലേഷൻ ഉണ്ടാകണമെങ്കിൽ തലയ്ക്ക് എൻ്റെ കൈയും കാലും കണ്ണും ഒക്കെ എങ്ങനെ കീഴടങ്ങിയിരിക്കുന്നോ അതിനകത്ത് ഒരു ഇടയ്ക്കിടയ്ക്കൊന്നുമല്ല. പാസ്റ്റർ പറഞ്ഞ വളരെ കൃത്യമായൊരു കാര്യമാണ്. ഈ കൽപ്പന എന്ന് പറയുന്നത് ഒരു തുടർമാനമായ എന്ന് പറയുന്നത് അൺസീസിങ് ആണ്, അല്ലെങ്കിൽ പിന്നെ തളർച്ചയുണ്ടാകും. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ആ ഒരു അനാലജിയിൽ നിന്ന് മനസ്സിലാകുന്നത് വൈഫ് ലീഡർഷിപ്പ് ഭർത്താവിന് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ലീഡർഷിപ്പിന് കീഴ്പ്പെട്ട് ആ ദർശനത്തിന് കീഴ്പ്പെട്ട് ആ നിലയിൽ കൃത്യമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഫങ്ഷൻ ക്ലിയർ ആകുന്നത്, കറക്റ്റ് ആകുന്നത്. ആക്ച്വലി ഒരു വൈഫിൻ്റെ ഇൻഫീരിയോറിറ്റി അല്ലത്. ആ കുടുംബം ശക്തമായി ഫങ്ഷൻ ചെയ്യുവാൻ ദൈവത്താൽ സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു റോളാണ് ദാറ്റ് ദ വൈഫ് വിൽ ബി സബോർഡിനേറ്റ് ടു ദി ഹസ്ബൻഡ്. അല്ലാതെ ഇതൊരു രണ്ടാംകടയാണ് എന്ന രീതിയല്ല, ഒരിക്കലുമല്ല. അത് പാസ്റ്റർ ഇപ്പം ഇതിനകത്ത് നമ്മൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, എന്നാൽ ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മൾ കീഴടങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മുകളിലൊരു അതോറിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്കൊരാൾ കീഴടങ്ങേണ്ടത്. അതെ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ശതാധിപൻ തന്നെ പറയുന്ന ഒരു കാര്യം, ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യൻ, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. അതെ, എനിക്കും അധികാരമുള്ള മനുഷ്യൻ എന്നല്ല പറയുന്നത്, ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ. അധികാരത്തിൻ്റെ കീഴിലുള്ളപ്പോഴാണ് നമ്മുടെ അതോറിറ്റി വർക്ക് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ വർക്ക് ചെയ്യത്തില്ല. അതായത് എൻ്റെ കീഴിലുള്ള പടയാളികൾ എന്നെ അനുസരിക്കുന്നത് ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനായതുകൊണ്ടാണ്. അതെ അല്ലേ? എപ്പോൾ ഈ പട്ടാളത്തിലെ അല്ലെങ്കിൽ സൈന്യത്തിലെ ആ പൊസിഷൻ കളഞ്ഞിട്ട് മാറി നിന്നോ അന്നേരം ബ്രിഗേഡിയർ അല്ലാതാകുന്നു. ഈസ് എ നോർമൽ പേഴ്സൺ ആൻഡ് നോബഡി വിൽ ഒബേ ഹിം. അതെ. എന്നതുപോലെ ഇതൊരു ഹൈറാർക്കിയാണ് കുടുംബത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഞാൻ എൻ്റെ ഭാര്യയുടെ തലയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് മുകളിലൊരു തലയുണ്ട്. അതെ അതെ, അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന് മുകളിലൊരു തലയുണ്ട്, അത് ദൈവമാണ്. ഇവിടെ പറഞ്ഞു ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തെ 100% യേശു ക്രിസ്തു അനുസരിച്ചു. അതെ. ആ യേശുവിനെ ഞാൻ 100% അനുസരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഭാര്യയോട് എന്നെ 100% അനുസരിക്കാൻ പറയാൻ കഴിയുന്നത്. അതെ. ഞാൻ മാറി നിന്നേച്ച് എൻ്റെ ഭാര്യയെ അനുസരിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ മുകളിലത്തെ തലയുമായിട്ടുള്ള എൻ്റെ ബന്ധം, വാട്ട് ഈസ് മൈ റിലേഷൻ വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തു ആണ് എൻ്റെ തല, ഞാൻ അവൻ്റെ ശരീരമാണ്. അപ്പോൾ ക്രിസ്തു എന്നെ സമ്പൂർണ്ണമായി നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേജിലെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ ഭാര്യയെ നയിക്കാൻ കഴിയൂ. അതെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലയാണ്, നീ എന്നെ അനുസരിക്കണമെന്നൊരു ഭർത്താവ് പറയുമ്പോൾ ഭാര്യ നോർമലി മനസ്സിലെങ്കിലും ചോദിക്കും, ഇയാളുടെ തലയാരാ? ക്രിസ്തു തലയാണെങ്കിലേ ഇവൾ അനുസരിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ അവകാശപ്പെടാൻ കഴിയും. ഏതെങ്കിലും ഒരു സ്ത്രീ ചിലപ്പം ദൈവവചനം അനുസരിച്ച് അങ്ങ് അനുസരിക്കുമായിരിക്കും. പക്ഷേ അതിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ദൈവം, ക്രിസ്തു, പുരുഷൻ, സ്ത്രീ എന്ന ഈ ഹൈറാർക്കി ഒരു മുടക്കവുമില്ലാതെ ഇടമുറിയാതെ പോകുമ്പോൾ മാത്രമാണ് ഈ ബന്ധം കൃത്യമാകുന്നത്. അങ്ങനെയുള്ളപ്പോൾ മാത്രമേ വാസ്തവത്തിൽ ദൈവവചന അടിസ്ഥാനത്തിൽ സബ്മിഷൻ വരുന്നുള്ളൂ. കാരണം വചനം ലംഘിക്കുന്ന ഒരു സബ്മിഷൻ വരണമെന്ന് ദൈവത്തിൻ്റെ വചനം ആഗ്രഹിക്കുന്നില്ല. ഇല്ല. എന്തെങ്കിലും ദൈവവചന വിപരീതമായ കാര്യത്തിലേക്ക് ഒരു ഭർത്താവ് പ്രേരിപ്പിച്ചാൽ സബ്മിറ്റ് ചെയ്യണമെന്നുള്ള വാക്യമുള്ളത് കൊണ്ട് സ്ത്രീ സബ്മിറ്റ് ചെയ്യണമെന്നില്ല. ഇല്ല. ഇപ്പം ആത്മീയമായ കാര്യങ്ങൾ എനിക്ക് കഴിഞ്ഞ ദിവസവും ഒരു ഇങ്ങനെ കൗൺസിലിങ്ങിന് വന്നൊരു ഇതാണ്. ഇപ്പം ഭർത്താവിനെ എല്ലാത്തിനും കാര്യത്തിനും അനുസരിക്കണം. പക്ഷേ ഭർത്താവ് അനുസരിക്കണമെന്ന് നമ്മളും പറയുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ വളരെ നമുക്ക് പുറത്തുപോലും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് ഭാര്യയെ ഭർത്താവ് പ്രേരിപ്പിക്കുകയല്ല, നിർബന്ധിക്കുന്നു. പ്രേരിപ്പിക്കുകയല്ല ചെയ്യുന്നത്, നിർബന്ധിക്കുന്നു. ബിക്കോസ് യു ഒബേ. കാരണം ഈ വാക്യം പറയും, എല്ലാറ്റിലും സബ്മിറ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം ചില സമയങ്ങളിൽ അത് ഒരു റിബല്യൻ എന്ന നിലയിൽ നമ്മൾ അത് വൈഫിനെ ഒരു സ്ലൈവായിട്ടോ ആ നിലയിൽ കാണുന്നത് കൊണ്ടായിരിക്കാം. വാസ്തവത്തിൽ ഇപ്പോൾ സാജു ബ്രദർ പറഞ്ഞതുപോലെ ഈ ദൈവം
ദൈവത്തിൻ്റെ കീഴിൽ ക്രിസ്തു, അതിനുശേഷം ഭർത്താവ്, പിന്നെ ഭാര്യ എന്ന ആ സബ്മിഷൻ്റെ ഓർഡർ അനുസരിച്ച് പോയാൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു പ്രയാസം ഉണ്ടാകത്തില്ല. വചനവിരുദ്ധമായ കാര്യത്തിലോട്ട് ഒരിക്കലും ഒരു ഭാര്യയെ പ്രേരിപ്പിക്കത്തില്ല. അപ്പോൾ വചനവിരുദ്ധമായ കാര്യങ്ങൾ പ്രേരിപ്പിച്ചാൽ സബ്മിറ്റ് ചെയ്യണമെന്ന് ഈ വാക്യങ്ങൾ പറയുന്നില്ല. ഇല്ല, കാരണം അതിന് മുകളിലുള്ള ആളാണല്ലോ ക്രിസ്തു. അപ്പം ക്രിസ്തുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഒരു പുരുഷന് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയോട് കൽപ്പിക്കുന്ന കാര്യത്തിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നമ്മൾ സ്വാഭാവികമായ കാര്യങ്ങളിൽ എപ്പോഴും അനുസരിച്ച് കാര്യങ്ങൾ, അതായത് ദൈവവചന വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അനുസരിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ദൈവവചന വിരുദ്ധമല്ലാത്തതായ കാര്യങ്ങൾ. അതെ, ദൈവവചന വിരുദ്ധമല്ലാത്തതായ കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ തല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. തല ഭരിക്കുക മാത്രമല്ല, സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. നോക്കുക, ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായെന്ന്. അപ്പോൾ തല എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഭരിക്കുക 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 എന്നാണ്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് എഫേസ്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്നു ഭരണത്തേക്കാൾ അപ്പുറത്തായിട്ട് രക്ഷയാണെന്ന്. അപ്പോൾ ഒരു ഭർത്താവിൻ്റെ ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ രക്ഷിക്കുക എന്നും കൂടെയാണ്. രക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും. തലയാണ് എൻ്റെ കയ്യെ രക്ഷിക്കുന്നത്. എൻ്റെ കൈ പോയി തീയൽ തൊടാൻ പോകുമ്പോഴത്തേക്ക് എൻ്റെ കയ്യെ ഓൺ ചെയ്യുന്നത് തലയാണ്. എൻ്റെ ഭാര്യയെ ഏത് രീതിയിലും സംരക്ഷിച്ച് സ്വർഗത്തിലെത്തിക്കുക എന്നുള്ള ചുമതലയും എനിക്കുള്ളതാണ്. സ്തോത്രം. അതാണ് വാസ്തവത്തിൽ തല എന്ന് പറയുമ്പോൾ. ഭരണം മാത്രമല്ല, രക്ഷ എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നമുക്ക് സംസാരിക്കണം. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ തല എന്ന് പറയുന്നത് ഭരണം മാത്രമല്ല. തല എന്ന് പറയുമ്പോൾ എൻ്റെ മുകളിലൊരു തലയുണ്ടെന്നും പുരുഷൻ മനസ്സിലാക്കണം. അതെ. രണ്ട്, തല എന്ന് പറയുന്നത് ഭരിക്കാൻ മാത്രമല്ല രക്ഷിക്കാനും കൂടെ ഉള്ളതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ എപ്പിസോഡിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കടപ്പാടുകൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഭാര്യയുടെ കടപ്പാട് എന്ന വിഷയമാണ് നമ്മൾ പ്രധാനമായി ചിന്തിച്ചത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22, 23, 24 ഈ വാക്യങ്ങളിൽ സബ്മിറ്റ്, കീഴടങ്ങുക എന്ന വാക്ക് 3 തവണ ആവർത്തിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ ഡിസ്കഷനിൽ നമ്മൾ ശ്രദ്ധിച്ചത് ആ സബ്മിഷൻ വാസ്തവത്തിൽ വോളണ്ടറിയായിട്ട് ഭാര്യ സബ്മിറ്റ് ചെയ്യുകയാണ്, അല്ലാതെ ഒരു ഡോർമാറ്റ് എന്ന നിലയിലല്ല. ഭർത്താവിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ ക്രിസ്തു തലയായി, ചർച്ച് ശരീരമായി, ചർച്ച് കർത്താവിന് സബ്മിറ്റ് ചെയ്യുന്നത് പോലെ ആണ് ഭാര്യ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. വചനവിരുദ്ധമായ കാര്യങ്ങൾ ഏതെങ്കിലും പറഞ്ഞാൽ പാപം ചെയ്ത് സബ്മിറ്റ് ചെയ്യണം എന്ന ആശയമല്ല. പക്ഷേ വചനത്തിൽ നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ മേൽ, ഭർത്താവിൻ്റെ തലയായി ക്രിസ്തുവുണ്ട്. അപ്പം കർത്താവിൻ്റെ ഹിതത്തിൽ നിന്നുകൊണ്ട് ഭാര്യ പറയുന്ന, ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ബഹുമാനത്തോടെ അനുസരിക്കേണ്ട കടപ്പാട് ഒരു ഭാര്യയ്ക്ക് ഉണ്ട് എന്നതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ വചനങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ആ ദൈവാലോചന പ്രാർത്ഥനയോടെ നമുക്ക് സ്വീകരിക്കുകയും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിലും അത് അപ്ലൈ ചെയ്യുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.